അവസാനം കാത്തിരുന്ന് നാട്ടിൽ നിന്ന് ജർമ്മനിയിലേക്ക് കൊടുത്തയച്ച എൻ്റെ പാഴ്സൽ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ സെക്യൂറായിട്ട് യാതൊരു കേടുപാടുകളും ഇല്ലാതെ നല്ല രീതിയിലാണ് കിട്ടിയത്. കണ്ടില്ലേ, നല്ല രീതിയിൽ എല്ലാ ഐറ്റവും അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം പോസ്റ്റ് ഓഫീസ് വഴി അയക്കാനാണ് ഇരുന്നത്. പക്ഷേങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോഴും നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ജർമ്മനിയിൽ നമ്മളിവിടെ കസ്റ്റംസ് ഡ്യൂട്ടിയൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് അങ്ങനെയൊന്നും കൊടുക്കേണ്ടതായിട്ടില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ചെയ്തു തരും. നമ്മൾ സാധനങ്ങൾ അയക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടുന്നത്, ഒരു കാർഡ്ബോർഡ് ബോക്സിനകത്ത് ജസ്റ്റ് ഒന്ന് ഇട്ട് വെച്ചിരുന്നാൽ മതി. അവർ വീട്ടിൽ വന്ന് എടുത്തുകൊണ്ട് പോയി അവർ തന്നെ നല്ല രീതിയിൽ അത് പാഴ്സലൊക്കെ ചെയ്ത് പാക്ക് ചെയ്ത് അതിൻ്റെ വെയ്റ്റും അതിൻ്റെ ലിസ്റ്റും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് നമുക്കൊരു അയച്ചു തരും. പിന്നെ ഇത് ശരീരം പുഷ്ടിപ്പെടുത്താനായിട്ടുള്ള കുറച്ച് ലേഹ്യം, പിന്നെ ഓണമല്ലേ വരുന്നത്, കുറച്ച് പപ്പടം, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ വാഴയില, പിന്നെ ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ജ്വല്ലറീസ്, വള, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഒരു ഐറ്റം ചമ്മന്തിപ്പൊടിയല്ല, ഇത് മസ്റ്റായിട്ടും നിങ്ങൾ കൊണ്ടുവരേണ്ട ഒരു സാധനമാണ്. ഏറ്റവും യൂസ്ഫുള്ളാണ് നമുക്കിവിടെ കറികൾ ഉണ്ടാക്കാൻ. ഇത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം എന്താണെന്നുള്ളത്. മലബാർ ലോജിസ്റ്റിക് വേൾഡ് വൈഡ് വഴിയാണ് ഞാൻ സാധനം കൊടുത്ത് മേടിച്ചത്. 11 ദിവസമായപ്പോൾ തന്നെ സംഭവം കയ്യിൽ കിട്ടി. നിങ്ങൾക്ക് ഇതുപോലെ ട്രാക്ക് ചെയ്തൊക്കെ നോക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഇതുപോലെ സാധനങ്ങൾ അയക്കണമെന്നുണ്ടെങ്കിൽ ഇവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ചിയേഴ്സ്.